നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ മത്തായി ചേട്ടന് ഷുഗറും പ്രഷറും ഉണ്ട്. അതേ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ നെഞ്ചിന് പെട്ടെന്നൊരു അറ്റാക്ക് പോലെ വന്നു. അങ്ങനെ ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിക്കേണ്ടി വന്നു. ഹാർട്ടിൻ്റെ ഡോക്ടർ ആൻജിയോഗ്രാം ചെയ്തു, സ്റ്റെൻറ്റ് ഇടേണ്ടി വന്നു. അതിൻ്റെ ചികിത്സകൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മത്തായി ചേട്ടന് ശ്വാസമുട്ടൽ അത്ര സുഖമായിട്ട് കുറയുന്നില്ല. പണ്ട് പുകവലിച്ച കഥയുണ്ട്. അങ്ങനെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, ഇത് ഹൃദയത്തിൻ്റെ മാത്രമാണെന്ന് തോന്നുന്നില്ല മത്തായി ചേട്ടാ, നമുക്ക് പൾമനോളജിസ്റ്റിനെയും കൂടെ ഒന്ന് കാണിക്കണം. അങ്ങനെ ശ്വാസകോശത്തിൻ്റെ ഡോക്ടറെ കാണിക്കുന്നു. അങ്ങനെ ഇരിക്കെ മത്തായി ചേട്ടൻ 3 ഡോക്ടർമാരെ കാണുന്നുണ്ട്. അടുത്തുള്ള ഡോക്ടർ ഷുഗറും പ്രഷറിനും ഉള്ള മരുന്ന് കൊടുക്കും. ഈ അറ്റാക്ക് വന്നതുകൊണ്ട് ഇടയ്ക്ക് 3 മാസം 6 മാസം കൂടിയിരിക്കുമ്പോൾ നമ്മുടെ കാർഡിയോളജിസ്റ്റ് ഡോക്ടറിനെയും കാണുന്നുണ്ട്. കാർഡിയോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ശ്വാസം മുട്ടലിനായിട്ട് പൾമനോളജി ഡോക്ടറെയും കാണും. ഈ 3 പേരും ഇരിക്കുന്ന 3 ഹോസ്പിറ്റലുകളിലായിരിക്കും. പലപ്പോഴും നമുക്ക് പരിചിതമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അടുത്തുള്ളൊരു ആശുപത്രിയിലായിരിക്കും ഷുഗറിനും പ്രഷറിനും കാണിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖത്തിന് വേറൊരു ആശുപത്രിയിലായിരിക്കും കാണിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് വേറെ ഒരു ക്ലിനിക്കിലോ വല്ലതും ആയിരിക്കും കാണിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ 3 പേർക്കും ഈ രോഗിയെ ചികിത്സിക്കുന്നതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായി പറ്റാറില്ല. അപ്പം ചില മരുന്നുകൾ ഡ്യൂപ്ലിക്കേഷൻ വരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഷുഗറിനും പ്രഷറിനും എഴുതുമ്പം ചോദിക്കും, മത്തായി ചേട്ടാ അസിഡിറ്റി ഉണ്ടോ? അതിനൊരു മരുന്ന് എഴുതും. ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പം അവിടുത്തെ മരുന്നുകൾക്ക് അസിഡിറ്റി ഉള്ളത് കൊണ്ട് ചിലപ്പം ചോദിക്കാതെ തന്നെ ചിലപ്പോൾ അവിടെ ഗ്യാസിൻ്റെ മരുന്ന് എഴുതും. ശ്വാസകോശത്തെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഈ എരിച്ചിലുള്ളത് കൊണ്ടും കൂടെ ആയിരിക്കാം ഈ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ അവിടുന്ന് മരുന്ന്. അപ്പം ഒരു അസുഖത്തിന് 3 മരുന്നുകൾ 3 ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ ഇത് പക്ഷെ കഴിക്കുന്നത് ഈ ഒറ്റ മത്തായി ചേട്ടനാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് അസുഖം കുറയുന്നതിന് പകരം കൂടാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. നമ്മൾ ഇപ്പം 3 ഡോക്ടർമാരെ ഞാൻ ABC എന്ന രീതിയിൽ വെക്കാം. അപ്പോൾ ഡോക്ടർ എയെ കാണുമ്പോൾ നമ്മുടെ അസുഖ വിവരം, ഡോക്ടർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള മരുന്നുകൾ, അതിൻ്റെ ആ കുറിപ്പടി നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഡോക്ടർ ബിയെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എ തന്ന കുറിപ്പടി ഡോക്ടർ ബിയെ കാണിക്കണം. അതേപോലെ തന്നെ ഡോക്ടർ ബിയുടെ കയ്യിൽ നിന്നും ഇതേപോലെ ഒരു കുറിപ്പടി വാങ്ങിക്കും. അത് ഡോക്ടർ സിയെയും കാണിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഇന്റർ ഡോക്ടർ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നടക്കും. അതേപോലെ തന്നെ നമ്മളൊരു ഡയറി എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ഈ 3 ഡോക്ടർമാരുടെ മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഡോക്ടർമാരുടെയും പേര് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ ആ മരുന്നുകളുടെ പേര് കൃത്യമായിട്ട് എഴുതുകയും അതെപ്പോഴൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ളത് ആ ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ ഡയറി ആ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഓരോ ഡോക്ടർമാരെയും കാണിക്കുമ്പോഴും അവർക്ക് കൃത്യതയുണ്ട്. അതിനകത്ത് വരുന്ന വ്യതിയാനങ്ങളുടെ അനുസരിച്ച് നമ്മൾ ഓരോ പ്രാവശ്യവും വീണ്ടും അത് എടുത്ത് കൃത്യമായിട്ട് എഴുതി പോകും. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോൾ കാണാൻ പോകുമ്പോഴും നമ്മളൊരു ബോക്സിനകത്ത് മരുന്നുകളെല്ലാം കരുതി പോവുക. ഈ ബോക്സിനകത്ത് മരുന്നുകൾ കരുതി പോകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ വേരിഫിക്കേഷനാണ്. കാരണം ഒരു മരുന്ന് ഡോക്ടർ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു ഫാർമസി പോകുന്നു, നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നു, നമ്മൾ അതാണ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നു. ഇവിടെയൊക്കെ വ്യത്യാസങ്ങൾ വരാം.
അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഡോക്ടറിന് മരുന്ന് ഫിസിക്കലി വെരിഫൈ ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മെഡിസിൻ്റെ കൃത്യത അവിടെ പരിശോധിക്കപ്പെടും. എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതിൽ ഒരു പാകപ്പിഴ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് ഇപ്പോൾ ശ്വാസകോശത്തിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഇൻഹേലർ എടുക്കുന്നുണ്ടാകാം. പക്ഷേ ഇൻഹേലർ എടുക്കുന്നത് കൊണ്ടോ വാങ്ങിച്ചത് കൊണ്ടോ വീട്ടിൽ കൊണ്ട് വെച്ചത് കൊണ്ടോ എടുത്തത് കൊണ്ടോ നമുക്ക് ഗുണമുണ്ടാകണമെന്നില്ല. അത് എടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ എടുത്താൽ മാത്രമേ അത് ഗുണം ചെയ്യുകയുള്ളൂ. ഷുഗറിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ടാകും. അത് കഴിക്കേണ്ട രീതി ഉണ്ടാകും. ഭക്ഷണത്തിൻ്റെ കൂടെയാണോ, ഭക്ഷണത്തിന് ശേഷമാണോ, ചവച്ചരച്ചാണോ കഴിക്കേണ്ടത്, ഒറ്റയായിട്ടാണോ കഴിക്കേണ്ടത്, ഓടിക്കാൻ പാടില്ലേ, ഇങ്ങനെ ഈ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചാൽ മാത്രമേ നമുക്ക് അസുഖങ്ങൾ കുറയുകയുള്ളൂ. അല്ലാതെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ അസുഖം കുറയത്തില്ല. അപ്പോൾ ഇൻ ഷോർട്ട്, നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എല്ലാ കുറിപ്പടികളും കയ്യിൽ കരുതുക. അതേപോലെ തന്നെ ഒരു ബോക്സിനകത്ത് നമ്മുടെ മരുന്നുകളെല്ലാം കൃത്യമായി കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുവാൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എഴുതി കൃത്യമായി ഡോക്ടറെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം പല ഡോക്ടർമാരെ കാണുമ്പോൾ നമുക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. നമ്മൾ നമ്മുടെ ചികിത്സയിൽ ഭാഗവാക്കുകളാകുക. അല്ലാതെ ഡോക്ടർ കുറിച്ച് തരുന്നത് മാത്രം നമ്മൾ കഴിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ചികിത്സ ആകുകയില്ല. നന്ദി, നമസ്കാരം.